കാർമേഘമൊക്കെ ഇരുണ്ടുകൂടി വലിയൊരു ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് മഴ കൊണ്ടുപോകുന്നുണ്ട്. കനത്ത മഴയാണ്. ഒരു വിധത്തിലും നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അത്ര രീതിയിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കുട ചൂടിയിട്ടൊന്നും പോകാൻ കഴിയുന്നില്ല. ഈ മഴ ഇങ്ങനെ തുടരുന്നത് വലിയ അപകടം എന്തെങ്കിലും ഉണ്ടാക്കുമോ, അതോ എന്തെങ്കിലും പ്രവചനമുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഒരു വളരെ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കാലവർഷത്തിന് മുമ്പ് ഉള്ള വേനൽ മഴയാണ് ഇത്രയും ശക്തമായ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ റഡാർ ചിത്രം പ്രകാരം കോട്ടയത്തും മലപ്പുറത്തും ആലപ്പുഴയിലും കൊല്ലത്തും ഇടുക്കിയിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മഴയ്ക്കും 40 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തെ യാത്രകൾ പോലും ഒഴിവാക്കണമെന്ന രീതിയിലാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതായത് ശക്തമായ മഴയ്ക്ക് സാധ്യത വരും ദിവസങ്ങളിൽ അത് കൂടും. 2 ദിവസത്തിനുള്ളിൽ ആണ് കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയാണ്. ആ വേനൽ മഴ തന്നെ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ, അതായത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഏതായാലും മഴ കനക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ അടച്ചിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മുഴുവനായി അടച്ചിരിക്കുന്നു. ബീച്ചുകളും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചു കഴിഞ്ഞു. കോഴിക്കോട്ടെ നദീതീരങ്ങൾ, ബീച്ചുകൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. മലയോര മേഖലകളിലേക്കും ചുരം മേഖലകളിലേക്കും രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തി. ഇടുക്കിയിലെ ജലാശയങ്ങളിലെ ജലവിനോദങ്ങൾ നിർത്തിവെച്ചു. ക്വാറികളുടെ പ്രവർത്തനം മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ നിർത്തിവെക്കണമെന്നും അറിയിപ്പുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരമുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം. ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ കോവിഡ് ഭീഷണിയും നിലനിൽക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് പകർച്ചവ്യാധികളുടെ ഏറ്റവും വലിയ ഭീഷണിയാണ് നഗരപ്രദേശത്തുള്ളതെങ്കിൽ മലയോര മേഖലകളിൽ ഈ പറയുന്ന പോലെ മണ്ണിടിച്ചിൽ, മരം കടപുഴകി വീഴാം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത, ഇങ്ങനെയെല്ലാം ഉണ്ട്. നദിയിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ടാകുന്നുണ്ട്. നദികളിൽ ഡാമുകൾ നിറയാനുള്ള സാധ്യതയുണ്ട്. ഈ നദിയിലൊക്കെ ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴും അവധിക്കാലം തീർന്നിട്ടില്ല, ഇനിയും വരും ദിവസങ്ങളിലും അവധിക്കാലം ഇനി 5-6 ദിവസം ബാക്കി നിൽപ്പുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളെയൊക്കെ വലിയ കരുതലോടെ വേണം ഈ പറയുന്ന പുഴയുടെ തീരത്തേക്കൊക്കെ വിടാൻ. ഒരു കാരണവശാലും വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കരുത്. പിന്നെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നമ്മൾ തുടങ്ങിയിരുന്നു, ഈ മഴ നേരത്തെ എത്തുമെന്നറിഞ്ഞിട്ട്. എങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും പൂർത്തിയാക്കുന്നുണ്ട്. വീടുകളിൽ അവരവർ തന്നെ കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ, സൺഷെയ്ഡുകളൊക്കെ ക്ലീൻ ചെയ്യുക, വീടിൻ്റെ ചുറ്റുവട്ടത്ത് വെള്ളം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള പാത്രങ്ങളൊക്കെ മാറ്റിവെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. ആശാ വർക്കർമാരാണ് പ്രധാനമായിട്ട് നമ്മുടെ വീടുകളിലെല്ലാം വന്നിപ്പോൾ പരിശോധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ഈ പറയുന്ന ഹെൽത്തിൽ നിന്നുള്ള മറ്റ് ആൾക്കാർ വരുന്നുണ്ട്. കൃത്യമായ പരിശോധനകളൊക്കെ ഓരോരോ വീടുകളിൽ നടത്തും. നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ധാരാളമായിട്ട് ഈ മഴക്കാലത്ത് കൊതുകിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് അതിനകത്തൊക്കെ ഈ കൊതുക് വന്ന് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ശ്രദ്ധ വേണമെന്നുള്ളതാണ്. ഈ പറയുന്ന കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഈ പറയുന്ന ഹോമിയോയുടെയൊക്കെ പ്രതിരോധ മരുന്നുകളൊക്കെ അത്യാവശ്യം കഴിക്കുന്നതൊക്കെ ഒരുവിധം നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഈ പനി പ്രതിരോധം വളരെ ചിട്ടയോടുകൂടി തന്നെ കൊണ്ടുപോകണം. അതിൽ ഈ പറയുന്ന ചുക്ക് കാപ്പി പോലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പാനീയങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് ഈ പറയുന്ന മാംസാഹാരങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഈ രോഗം ബാധിക്കാനുള്ള സാധ്യത ഉള്ള ജീവികളുള്ളത് കൊണ്ട് കേടുവന്ന ആഹാരങ്ങൾ ഒക്കെ ലഭിക്കുന്നത് ഒരു പതിവായിട്ട് മാറും. ഈ കോഴിയെ മഴ വരുമ്പോഴത്തേക്കും കോഴിക്ക് പെട്ടെന്ന് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ആ ഫുഡ് കഴിക്കുന്നതിൽ, ഭക്ഷണത്തിൽ വലിയ ജാഗ്രതയാണ് മഴക്കാലത്ത് വേണ്ടത്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നതും വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ കനത്ത മഴ തുടർന്നാൽ പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ച മങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുത തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക, അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നതടക്കമുള്ള കനത്ത നിർദ്ദേശങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത്
മഴ കനത്താൽ നിരവധി നാശനഷ്ടങ്ങൾ എന്തായാലും ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ പ്രളയം ഉൾപ്പെടെയുള്ളവ എത്താം. അതുകൂടാതെ ഈ പകർച്ചവ്യാധികൾ അതാണ് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം തന്നെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും ഇത് മഴ കൂടുമ്പോൾ സ്വാഭാവികമായ അസുഖങ്ങൾ കൂടും, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും. ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോവിഡ് അടക്കം ഭീഷണി നിലനിൽക്കുന്നുണ്ട്, നിപ്പയുണ്ട്, അങ്ങനെ പല രോഗങ്ങളും ഏത് സമയത്താണ് പെട്ടെന്ന് കയറി വരിക എന്നറിയില്ല. അതിന് മുൻകരുതൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതിരിക്കാൻ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയൊക്കെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ടോ എന്ന് വിശ്വസിക്കാമോ? പുലർത്തേണ്ടതാണ് തീർച്ചയായിട്ടും. മുൻപ് പല നിർദ്ദേശങ്ങളും ഈ പറയുന്ന ആരോഗ്യവകുപ്പിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം വകുപ്പും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഈ മുമ്പൊക്കെ നമുക്ക് ഈ മൺസൂൺ യാത്രകൾ നടത്തുമായിരുന്നു. മൺസൂൺ ടൂറിസം എന്ന് പറയുന്നത് ഒരു വലിയ പദ്ധതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പോഴുള്ള സ്ഥിതിയിൽ ഈ പറയുന്ന കനത്ത കരക്കുമ്പോൾ ഈ പറയുന്ന സുരക്ഷിതമല്ലാത്ത മേഖലകളിലേക്ക്, അതായത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ടൂറിസം മേഖലകളിലേക്കൊക്കെ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. അതുപോലെ തന്നെ കാലവർഷമാണ്, ഇടിമിന്നലിനുള്ള സാധ്യത കുറവാണ്. തുലാവർഷത്തിലാണ് കൂടുതലായി ഇടിമിന്നൽ ഉണ്ടാവാറുള്ളത്. എങ്കിലും ഉയർന്ന പ്രദേശത്ത്, തുറസായ പ്രദേശത്തൊക്കെ നിൽക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഈ പറയുന്ന കുട്ടികൾ കളിക്കാൻ പോകുന്നത്, കുട്ടികളെ കൊണ്ട് യാത്ര പോകുമ്പോഴൊക്കെ ഈ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. ഈ പറയുന്ന നമ്മളുടെ ടൂറിസം മേഖലകൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മിക്കവാറും ഉള്ളതെല്ലാം തന്നെ ഈ പറയുന്ന ഒന്നുകിൽ തീരപ്രദേശത്ത് അല്ലെങ്കിൽ മലയോര മേഖലയിൽ, ഈ രണ്ട് മേഖലയിലാണ് കൂടുതലുമായിട്ടുള്ളത്. അല്ല ടൂറിസം വലിയ ഇതിൽ, പിന്നെ ഈ പറയുന്ന കായൽ മേഖലകളിലൊക്കെയാണുള്ളത്. എന്നാലും ശരി തന്നെ ഈ പറയുന്ന മലയോര മേഖലയിലേക്കുള്ള യാത്ര മലയാളിക്ക് കൂടുതലാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വേനലവധി തീരാറാകുന്നു, മധ്യവേനലവധി തീരാറാകുന്നു, കുട്ടികൾക്ക് യാത്ര പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് അവരെയും കൂട്ടി പോകും. അപ്പോഴും ഉറപ്പായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് ഈ പറയുന്ന മേഖലകളിലേക്ക് വാഹനത്തിൽ പോകുമ്പോൾ മരം വീഴാനുള്ള സാധ്യത, ഈ ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി വീഴാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മണ്ണിടിച്ചിലുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കില്ല മലവെള്ളം വരുന്നത്. ഈ പുഴയിൽ ഇറങ്ങുമ്പോൾ മലവെള്ളം പെട്ടെന്നായിരിക്കും. മലയിൽ മഴ പെയ്യുന്നുണ്ട്, അത് താഴെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മഴ ഉണ്ടാവില്ല, വെള്ളം ശാന്തമായിട്ട് എടുക്കും. അതിവേഗത്തിലാണ് വെള്ളം ഇരച്ചു വരുന്നത്. നമ്മൾ ഒരു പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരു പുഴയുടെ നടുക്കാണെങ്കിൽ അവിടുന്ന് തീരത്തേക്ക് എത്തുന്ന സമയം കൊണ്ട് വെള്ളം പൂർണ്ണമായിട്ട് നിറയും. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പൊന്മുടി, കല്ലാർ മേഖലകളിലൊക്കെ പണ്ട് ഇതുപോലത്തെ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1986 തോന്നുന്നു, ഒരു ദന്തൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾ അവിടെ വന്ന് പാറപ്പുറത്തിരുന്നു, കല്ലാർ. അപ്പോൾ മലയുടെ മുകളിൽ മഴ പെയ്യുമ്പോഴത്തേക്ക് താഴെയുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് വെള്ളത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ ഇലകൾ ഒഴുകി വരുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ മലവെള്ളം വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു മലവെള്ളം വരുന്നുണ്ട്. പക്ഷേ കുട്ടികളത് ഗൗനിച്ചില്ല. വലിയ മലവെള്ളം വന്നു, ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ വലിയ ദുരന്തമാണ് ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെ സ്മൃതി കുടീരമൊക്കെ ഈ കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള അപകടങ്ങൾ വലിയ തോതിൽ ശ്രദ്ധിക്കണം. നമ്മളുടെ തൃശ്ശൂർ മേഖലകളിലുള്ള വനമേഖലകളിലായാലും ഇപ്പോൾ വയനാടായാലും ശരി തന്നെ, ഇടുക്കി അതുപോലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായി യാത്ര പോകുന്നത്. പിന്നെ കണ്ണൂരിൻ്റെ മലയോര മേഖല, അവിടെ ടൂറിസം കുറവാണെങ്കിൽ ഈ പറയുന്ന വയനാട്, തൃശ്ശൂർ, ഇടുക്കി മേഖലകളിലൊക്കെ പോകുന്ന യാത്ര പോകുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്ന മഴക്കാലത്ത് സാധാരണമാണ്. കാരണം സ്വസ്ഥമായിട്ട് നിൽക്കാം, ഈ പറയുന്ന ചെളിയും പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു മേഖലയിൽ കൂടെ ഇനി നടന്നു പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് മൃഗങ്ങൾക്കറിയാം കൃത്യമായിട്ട്. അതുങ്ങൾ ഈ പറയുന്ന റോഡിൽ കൂടെ തന്നെയായിരിക്കും പലപ്പോഴും സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് ആനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കാൻ പോരുത്. ഈ പറയുന്ന കാറുകളിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ ചിലപ്പോൾ ഹോൺ അടിക്കും. അതൊരു അപകട സൂചനയായിട്ടായിരിക്കും ആനകൾ ചിലപ്പോൾ എടുക്കുന്നത്. വന്നൊന്ന് ചവിട്ടിയാൽ മതി, കാറ് പപ്പടവും. അപ്പോൾ ആനക്കൂട്ടങ്ങൾ എപ്പോഴും ഭയങ്കരമായിട്ട് വിജിലൻ്റ് ആയിരിക്കും. കാരണം കുട്ടികളെയൊക്കെ സംരക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് ആനക്കൂട്ടം. അതുകൊണ്ട് ഇത്തരം മൃഗങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കുക, ഏതെങ്കിലും ജീവിയെ കണ്ട വണ്ടി നിർത്താതിരിക്കുക, അഥവാ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക, പരമാവധി ദൂരം പാലിക്കുക. ഇങ്ങനെയുള്ള ശ്രദ്ധയൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. മൊബൈൽ വീഡിയോ എടുക്കാനായിരിക്കും മിക്കവാറും ആൾക്കാർ ശ്രമിക്കുക. ഇതൊക്കെ അപകടത്തിനിരിക്കും. മഴക്കാലം എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് അപകടങ്ങൾ വരാതെ യാത്രകളിലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ അപകടം വരാതെയും കൂടെ ജാഗ്രത കൂടി പാലിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.